പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി കർത്താവ് ഒരു ദിവസം കൂടെ അനുവദിച്ചിന് ഓർത്ത് യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ ചിലരെ ഞാൻ പുറകോട്ട് ഒന്ന് നോക്കിയപ്പോൾ കുറേ കമൻറ്റുകൾ അതിനകത്ത് ചില സംശയങ്ങൾ കൂടി ചോദിച്ചിട്ടുണ്ട്. ചിലർ അതിൽ ശുദ്ധീകരണ സ്ഥലം എന്ന സ്ഥലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിനകത്ത് സീന തോമസ് എന്ന് പറയുന്ന ഒരു സഹോദരി ഒരു ചോദ്യം ചോദിച്ചു. അതിപ്രകാരമാണ്: മരണാസന്നർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം? അപ്പോൾ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് ഞാൻ ക്ലാസ്സിലിട്ടപ്പോൾ നിങ്ങൾക്ക് കുറേയേറെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ഇത് ഇന്നത്തെ ക്ലാസ് ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങളുടെ ചോദ്യവും ഉത്തരവുമാണ്. പ്രിയപ്പെട്ടവരെ, നാളെ നിങ്ങൾക്ക് ലോകം എങ്ങനെയാണ് അവസാനിക്കുന്നത് കണക്കിലൂടെ ഞാൻ അതിൻ്റെ അക്കം എഴുതിക്കൊണ്ട് പറഞ്ഞുതരാം. അതിനടുത്ത ദിവസം നിങ്ങൾക്ക് നമ്മൾ ഒരുങ്ങേണ്ട അതിനൊരു ചാർട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ച് അതും പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് ചില ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ക്ലാസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചോദ്യങ്ങൾക്ക് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ചിലർ വ്യക്തമായി ചോദിക്കും, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രധാനം ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ സീന തോമസ് എന്ന് പറയുന്ന സഹോദരി ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മരണാസന്നർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം? അതൊരു നല്ല ചോദ്യമാണ്. അതിൻ്റെ കാരണം വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മരിക്കാറാവുന്ന വ്യക്തിയെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. രോഗം കൂടി 87, 90, 92 വയസ്സൊക്കെ പ്രായം ഉണ്ടാവും. ചെവി കേൾക്കല, കണ്ണ് കാണുകയില്ല, കൈയും കാലും പൊന്തുകയില്ല, സംസാരിക്കാൻ പറ്റുകയില്ല, കുമ്പസാരിക്കാൻ അറിയത്തില്ല, ആ സമയമൊന്നും പാവമൊന്നും ഓർക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള സമയത്താണ് എല്ലാവരും പ്രാർത്ഥനയാണ് ഈ രോഗിക്ക് ചുറ്റും, മരിക്കാറായി രോഗിക്ക് ചുറ്റും നിന്നിട്ട്, അയ്യോ അമ്മച്ചിയെ കാത്തോണേ, അപ്പച്ചനെ കാത്തോണേ, ഈശോയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ, രോഗം പെട്ടെന്ന് ശാന്തമായി തിരിച്ച് വീട്ടിലേക്ക് വരാൻ അനുഗ്രഹിക്കണമേ, മരിച്ചാലും സ്വർഗത്തിലേക്ക് എടുക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ നിന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ പൊന്നു പ്രിയ സഹോദരരെ, നമ്മുടെ സഭയിലെ പഠനങ്ങളും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ വളരെ ശുഷ്കമായ അറിവേ നമുക്ക് ഇക്കാര്യത്തിലുള്ളൂ. ശൂന്യമാണ്. ഒരാൾ മരിക്കാറായി കിടക്കുന്ന മനുഷ്യൻ, ആ മരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ്റെ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, ആ വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നമ്മൾ ഒരുക്കേണ്ടത് മരിക്കാറായി കിടക്കുമ്പോഴല്ല എന്നുള്ള ആദ്യത്തെ ബോധ്യത്തിലേക്ക് നമ്മൾ വരിക. ഒന്ന്. രണ്ടാമത്, ഈ നമുക്കറിയാലോ ഒരു 65, 70, 75, 80 വയസ്സൊക്കെ, അപ്പോൾ ഏകദേശം കണ്ണൊക്കെ നല്ല ഒരുവിധം കാണാം, ചെവി അത്യാവശ്യം കേൾക്കാം, അത്യാവശ്യം സംസാരിക്കാം. എന്നാൽ രോഗിയാണ്, 10, 78, 80 വയസ്സൊക്കെ ആയിട്ടുണ്ട്. പള്ളിയിലൊന്നും സ്ഥിരമായിട്ടൊക്കെ നടന്നു പോകാനൊന്നും പറ്റുന്നില്ല. ആ ഒരു പശ്ചാത്തലം, അതായത് മരണത്തെക്കുറിച്ച് ആ വ്യക്തിയും കുടുംബത്തിലുള്ളവരൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയൊരു പശ്ചാത്തലം. മറ്റൊന്ന്, ആ വ്യക്തിക്കും മനസ്സിലായി എനിക്ക് ഇനിയിപ്പോൾ അധികം കാലമൊന്നുമില്ല, ഞാൻ മരിച്ചു പോകും, എനിക്ക് തീരെ വയ്യാണ്ടായെന്നൊരു ചിന്തിക്കുന്ന കാലം. അത് അങ്ങനെ പറയാൻ കാരണം കൂടിയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു 30-40 വയസ്സുള്ള നല്ല ചെറുപ്പക്കാരനായ ഒരു മനുഷ്യനോട്, അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് താഴെയുള്ള ഒരു ചെറുപ്പക്കാരനോട് നമ്മൾ പറയാം, ചേട്ടാ നിങ്ങൾ 17 വയസ്സാകുമ്പോൾ മരിക്കുകയില്ലേ, അപ്പോൾ മരിക്കുന്നതിന് ഒരുങ്ങണ്ടേ, നമുക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, നമ്മൾ നല്ലപോലെ ഒന്ന് കുമ്പസാരിക്കണം, നല്ല വിശുദ്ധി ജീവിക്കണം, ഈ ലോകത്തിലെ ജഡത്തോട് ചേർന്ന് ജീവിക്കരുത്, പരിശുദ്ധാത്മ തരണമൊക്കെ പറഞ്ഞാൽ എന്നെ പൊന്നിയേട്ടൻ മിണ്ടായിരിക്കും, എനിക്ക് ധ്യാനം കൂടാനോ ഇതിന് കുമ്പസാരിക്കണോ താല്പര്യം, മിണ്ടായിരിക്കും, ചേട്ടൻ മണി നോക്ക് എന്ന് പറഞ്ഞു വിടും. അവർ കേൾക്കുമോ? ഏതെങ്കിലും വ്യക്തി കേൾക്കും, പിന്നെ അത്യാവശ്യം വേണേൽ ഒരു ധ്യാനത്തിലൊക്കെ പോയിരിക്കും. പക്ഷെ പൊതുവേ ഇതാരും മൈൻഡ് ചെയ്യാറില്ല, ആരും സ്വീകരിക്കാറില്ല. പറ്റുമെങ്കിൽ ഒരു ധിക്കാരം പറഞ്ഞങ്ങ് പോവുകയുള്ളൂ. പിന്നെ മരണക്കിടക്കിൻ്റെ അടുത്തടുത്ത് വരുമ്പോഴത്തേനും അവർക്ക് അയ്യോ ഈ മരിക്കാനായി കിടക്കുന്നവർക്ക് പിന്നെ പരിചരണമാണ്, ഭയങ്കര പ്രാർത്ഥന, അന്തികുദാശ കൊടുക്കൽ, അച്ഛനെ വിളിച്ചുകൊണ്ട് വരവ്, അച്ഛനെ കൊണ്ട് തലയ്ക്ക് പിടിപ്പിക്കൽ, അച്ഛനെ കൊണ്ട് കന്തീസ വെക്കൽ, എന്തു പരിപാടി, എന്ത് ബഹളമെന്നറിയും. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പെട്ടെന്ന് പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഈ ക്ലാസ്സിൽ ദീർഘിപ്പിക്കാതെ ചോദിച്ച ഉത്തരവായിട്ട് പറയാം. ഒരിക്കലും ഒരു വീട്ടിൽ എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് 96-97 വയസ്സുണ്ട്. ഈ പെൻസിലിൻ്റെ വലിപ്പമുള്ള അമ്മ ഉണങ്ങി കിടക്കുകയാണ്, അമ്മ മരിക്കുന്നില്ല. അപ്പോൾ അവരുടെ ബന്ധത്തിൽപ്പെട്ട ഇടവപ്പെട്ട അച്ഛനെ വിളിച്ചു. അച്ഛൻ വന്ന് ഒരു അന്തികുദാശ കൊടുത്ത് അമ്മ താമസിക്കാതെ മരിച്ചോളും, ഒരു 1-1.5 മാസമൊക്കെ ആകുമ്പോഴത്തേനും അമ്മ മരിച്ചോളും, പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയും. കാരണം ഈ അമ്മ കിടന്ന് ശരീരം പൊട്ടി 5 വർഷമായിട്ട് അമ്മ കിടക്കുവാണ്, ശരീരമെല്ലാം പൊട്ടി ഇങ്ങനെ വല്ലാതെ വ്രണം പിടിച്ച് കിടക്കുക, എങ്ങനെ മരിച്ചാൽ മതി എന്ന് എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി ആ പശ്ചാത്തലത്തിന്. അപ്പോൾ അമ്മ മരിക്കുന്നില്ല. അങ്ങനെ മാസങ്ങൾ 5 കഴിഞ്ഞ് 6 കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു. അപ്പോൾ അവരുടെ ബന്ധത്തിൽപ്പെട്ട കുറേ അച്ഛന്മാരുണ്ടായിരുന്നു നാട്ടിലൊക്കെ, അത് കോട്ടയത്തും ഇത് കണ്ണൂർ ജില്ലയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഉടനെ ആ അച്ഛന്മാരെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ആ അച്ഛന്മാർ ഇങ്ങനെ വന്ന് പെട്ടെന്ന് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു.
പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, അമ്മ ഉടനെ തന്നെ മരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവരും പോയി. അങ്ങനെ മരിച്ചില്ല, അങ്ങനെ അമ്മ മരിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ആരോ പറഞ്ഞ് എങ്ങനെയോ കേട്ടറിഞ്ഞ് എൻ്റെ നമ്പർ കണ്ടു, വിളിച്ചു. ഞാൻ ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ കിടപ്പുണ്ട്, അമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷേ ഞാൻ കണ്ണടച്ച് അവിടെ നിന്ന് എന്തുകൊണ്ടാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അച്ഛൻ വന്നിട്ട് പോയതൊക്കെ പറഞ്ഞു. അമ്മയുടെ അവസ്ഥ കണ്ടു. അമ്മയ്ക്ക് കുമ്പസാരിക്കാനുള്ള ശേഷിയൊന്നുമില്ല, കണ്ണൊന്നും കാണില്ല, ചെറിയൊരു മുകളിലും മറങ്ങിലും ഒക്കെ ഉള്ളൂ, ചെറിയ അത്യാവശ്യം എന്ന് പറയുന്നുള്ളൂ. ആ പശ്ചാത്തലത്തിൽ കുമ്പസാരമൊന്നും കേൾക്കാൻ, പാവത്തെക്കുറിച്ച് പറഞ്ഞാൽ അമ്മയ്ക്ക് വല്ല ബോധമുണ്ടോ? അതുമില്ല. അപ്പോൾ ഞാനിങ്ങനെ കണ്ണടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പച്ച കളറിലെ ആധാരം എന്നെ കാണിച്ചു, ഒരു ആധാരം. അപ്പം ഞാൻ ചോദിച്ചു, ഈ ആധാരമായിട്ട് അമ്മയ്ക്ക് എന്താണ് ബന്ധം? എന്താണ് ഈ അമ്മയ്ക്ക് ഈ ആധാരം, സ്ഥലത്തിൻ്റെ ആധാരമായിട്ട് എന്താണ് പ്രശ്നം ചോദിച്ചാൽ, അപ്പോൾ ആ മൂത്ത മകനാണുള്ള മകൻ പറയുകയാണ്, എൻ്റെ പത്തിൽ അതൊരു സംഭവമാണ്, ഇരിക്കുന്നു പറഞ്ഞ് ഞങ്ങളിരുന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് വന്നപ്പം മൂത്ത മകൾക്ക് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ ഒരേക്കർ സ്ഥലം കല്യാണത്തിൻ്റെ സമയത്ത് ശ്രീധനായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല, അമ്മ കൊടുത്തിട്ടില്ല. ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവിൻ്റെ സ്വത്തിന് അമ്മയ്ക്ക് അവകാശമായി, അമ്മ മകൾക്ക് വേണ്ടി കൊടുത്തിട്ടില്ല. ഇപ്പോൾ അത് കൊടുക്കാനും പറ്റില്ല, കാരണം മക്കാടൻ റോഡാണ്, മക്കാടൻ റോഡ് ചേർന്നാണ് ഒരേക്കർ സ്ഥലം കൊടുക്കുന്നത്. അന്ന് 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ വിലയുണ്ടായിരുന്ന സ്ഥലത്തിന്, അല്ലെങ്കിൽ ആ പഴയ കാലമല്ലേ, 10-50 വർഷം മുമ്പാണ് ഈ കല്യാണം, സ്ഥലത്തിന് ഇന്ന് കോടികൾ വിലയായി. അപ്പോൾ ഇത് കൊടുക്കാൻ അമ്മയ്ക്കും മനസ്സില്ല, അമ്മ ഇത് എഴുതി കൊടുത്തിട്ടില്ല അതിൻ്റെ പേരിൽ. അമ്മ മരിച്ച ആ സ്വത്തിൽ ആങ്ങളുടെ പേരിലേക്ക് വരുമെന്നൊക്കെ ഓർത്തുകൊണ്ട് ആങ്ങളെ ഇരിക്കും. അപ്പോൾ അതും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ആധാരം കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ആധാരമായിട്ട് അമ്മയ്ക്കുള്ള ബന്ധം ചോദിച്ചപ്പോൾ ഈ വിഷയം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യുക, ആ മകളെ വിളിക്കുക, ആ മകളെ വിളിച്ച് ഈ വിഷയം നിങ്ങൾ അമ്മയുടെ അടുത്ത് ശബ്ദത്തിൽ സംസാരിക്കുക. അമ്മയോട് ചോദിക്കുക, അമ്മേ ഈ വിഷയം എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്താ പറയുക, അത് കേൾക്കുക. മറ്റൊന്ന്, നിങ്ങൾ മൂത്ത ആങ്ങളെയാണല്ലോ, മകനാണല്ലോ, ആ മകൻ നിങ്ങൾ കാര്യം ചെയ്യുക, ഇന്നത്തെ മാർക്കറ്റ് വെച്ച് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്ത് ഒരു ചെറിയ പൈസ, ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ 15 ലക്ഷമോ ഈ മകൾക്ക് കൊടുത്ത് അമ്മ ഇങ്ങനെ പ്രശ്നം തീർത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അമ്മയോടും പറയുക. എന്നാൽ മതി മാളെ, അമ്മ തലകുലിക്ക് സമ്മതിക്കും. അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ ശേഷം പിറ്റേ ദിവസം വേണേൽ അച്ഛനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. ഇനി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും അമ്മ ഒരു മാസത്തിനുള്ളിൽ ഈ ലോകത്തിന് ഈശ്വര സന്നിധിയിലേക്ക് പോയി. ഇതാണ് അമ്മയുടെ ബന്ധനം. അപ്പോൾ നിറവേറ്റേണ്ട കടമകൾ അമ്മ നിറവേറ്റിയിട്ടില്ല. അപ്പോൾ ഈ ആത്മാവിനറിയാം ഈ പ്രശ്നം, അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഇത് പ്രശ്നമാണ്. പിന്നെ അമ്മയുടെ സ്വത്ത് മകൻ്റെ പേരിലേക്ക് തിരിച്ച് മകൻ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അന്നേരവും ഈ മകളുടെ വിലാപം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ അമ്മ അവിടെ പോയി മരിച്ചവിടെ കിടന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരാത്തതുകൊണ്ട് ഈ മകൾ അമ്മയെ ശപിക്കും. ഈ അമ്മ അത് എഴുതി തന്നില്ലല്ലോ, എനിക്ക് തന്നില്ലോ പറയുകയും ചെയ്യും. അത് അമ്മയ്ക്കും ദോഷം, കുടുംബത്തിനെല്ലാം ദോഷം. അപ്പോൾ ഈ ബന്ധനം ആത്മാവിൽ ശരീരത്തിൽ ചെയ്യേണ്ട പ്രവൃത്തിയാണത്. ശാരീരിക തലത്തിൽ അമ്മ നടന്ന് അളന്ന് അളവാരനെ കൊണ്ട് ഇതാ മകളെ നിനക്ക് ഒരേ സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അതിന് ഇത് സ്ഥലം പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് മോക്ക് എഴുതി കൊടുക്കേണ്ട പ്രവൃത്തി രൂപത്തിൽ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല. മാനസികമായിട്ടത് കൊടുത്തേക്കാമെന്ന് തീരുമാനിച്ച അമ്മ അത് എഗ്രിമെൻ്റ് എഴുതി വെച്ചിട്ടില്ല. ആത്മീയമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ വാക്ക് ലംഘിച്ചു, അത് നീതിപൂർവ്വം പ്രവർത്തിച്ചിട്ടില്ല. അപ്പം മനസ്സിൻ്റെ തലത്തിലും ശരീരത്തിൻ്റെ തലത്തിലും ആത്മാവിൻ്റെ തലത്തിലും ചെയ്യേണ്ടിയിരുന്ന പ്രവൃത്തി അമ്മ ചെയ്തില്ല. അത് ബന്ധനമാണ്, ആത്മാവിൻ്റെ ബന്ധനമാണ്. ഈ ബന്ധനത്തിന് കെട്ടുപൊട്ടി 16-ാം ദിവസം അമ്മ മരിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തേക്ക് കിടക്കുക. ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തേക്ക് അല്ലെ, ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ പറയുന്നത് ഈ സഭയുടെ പഠനമാണ്. ശുദ്ധീകരണ സ്ഥലമല്ല, നരകമാണ്. നരകത്തിലേക്ക് ഈ അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മയെ ആ നരകത്തിൽ നിന്ന് കയറ്റിക്കൊണ്ട് വരാൻ ആരെന്ത് ചെയ്താൽ കയറും? ഈ ബന്ധം അമ്മ കൊടുത്തിട്ടില്ലല്ലോ, ഈ സ്ഥലം കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ പ്രാർത്ഥിച്ചവല്ലേ ശരിയാവുമോ? പിന്നെ ഈ ആങ്ങളെ അല്ലെങ്കിൽ മകനോ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് പെങ്ങളെന്നും പറഞ്ഞ് കൊടുത്തു. പക്ഷെ അമ്മ ചെയ്യേണ്ടത് കടമ ചെയ്തിട്ടില്ല. അത് അമ്മയായാലും അപ്പനായാലും ഭാര്യയായാലും ഭർത്താവായാലും ആങ്ങളായാലും പെങ്ങളായാലും ബന്ധങ്ങളിൽ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങൾ ക്ലിയർ ചെയ്തോണം. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തോണം. ഒരു 75 വയസ്സിനുള്ളിൽ സകല പ്രശ്നങ്ങളും തീർത്തോണം. അതായത് കറണ്ട് ബിൽ അടയ്ക്കുക, നിങ്ങളുടെ പേരിലാണ്, ആരുടെ പേരിലാണോ ഈ മരിക്കാറായി കിടക്കുന്ന ആളുടെ പേര് കറണ്ട് ബിൽ അടയ്ക്കുന്നതാണെങ്കിൽ കറണ്ട് ബിൽ കൃത്യമായിട്ട് അടച്ചിരിക്കണം. സ്ഥലത്തിൻ്റെ കരമടയ്ക്കുന്നതാണെങ്കിൽ കൃത്യമായിട്ട് കരമടച്ചിരിക്കണം. മക്കൾക്ക് വീതം വെച്ച് കൊടുക്കാണ്ട് കൃത്യമായിട്ട് വീതം വെച്ച് കൊടുത്തിരിക്കണം. വീടും പറമ്പ് ആരുടെ പേരിലാണെങ്കിൽ അത് അമ്മയുടെ പേരിലാണ് കിടക്കുന്നത്, അല്ലെ മരിക്കുന്ന ആളുടെ പേരിലാണ് കിടക്കുന്നെങ്കിൽ അത് ഏതെങ്കിലും മക്കൾക്ക് എഴുതി എഗ്രിമെൻ്റ് വെച്ച് കൊടുത്തിരിക്കണം. ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ അത് തീർത്തിരിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും പണയവസ്തു മേടിക്കുകയോ കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തീർത്തിരിക്കണം. ഇങ്ങനെ ആത്മീയവും ഭൗതിക പള്ളികൾ, അതുപോലെ പള്ളിക്ക് എന്തെങ്കിലും കുടിശ്ശിക അതിന് ഇത്ര കൊടുത്തേക്കാമെന്ന് പറഞ്ഞായിരുന്നു, ഇത്ര പള്ളി പണിക്ക് വേണ്ടിയിട്ട് 20,000 കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. പക്ഷെ കൊടുത്തേക്കാന്ന് ധാരണയായി, അച്ഛനുമായിട്ട് ധാരണയാക്കി കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ കൊടുക്കുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും തരാൻ പറ്റില്ല, എനിക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അച്ഛനോട് പറയുക. അപ്പോൾ അച്ഛൻ കുറച്ച് തന്നാൽ കുറച്ചു, ഇനി കുറച്ച് തന്നില്ലെങ്കിലും കൊടുക്കാൻ പറ്റുന്നു കൊടുക്കുക. അത് ദൈവത്തിനും നീതിയായിരിക്കും. പക്ഷേ അനീതി പ്രവർത്തിച്ചിട്ട് മരിക്കാൻ വേണ്ടി കിടക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് എന്ത് പ്രാർത്ഥിക്കാനാണ് പ്രിയപ്പെട്ടവരെ?
നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ സഭയിൽ നിന്ന് കടന്നു പോകുന്ന ഈ മരിച്ചു പോകുന്ന വ്യക്തികളൊക്കെ പ്രത്യേകിച്ച് മരണം കൂടുതലാണ്. ഇപ്പോൾ ഈ കൊറോണ കുത്തിവയ്പ്പിന് ശേഷം 60 വയസ്സ്, 62 വയസ്സ്, 64 വയസ്സുള്ള എൻ്റെ പല സുഹൃത്തുക്കളും മരിച്ചു പോവുകയാണ് ഇപ്പോൾ. നല്ല ചെറുപ്പക്കാർ, എന്നെക്കാളും നല്ല ആയുസ്സും ആരോഗ്യ സമ്പത്തും പണവും ഉള്ളവർ പെട്ടെന്ന് ഇവിടുന്ന് മരിച്ചു പോവാണ് ഇപ്പോൾ കൊറോണ കുത്തിവയ്പ്പിന് ശേഷം. അപ്പോൾ അതിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചു പോയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ധാരാളം സ്ഥലങ്ങളിൽ, ഒരുപാട് പ്രദേശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. അതൊന്നും എഴുതി മാറിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിലാണ് സംഭവം കിടക്കുന്നത്. ഈ പ്രശ്നം തീർന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഇനിയിപ്പോൾ അതിൽ ആർക്കെങ്കിലും എഴുതി മാറിയിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങൾ തീർത്തിട്ടില്ല. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം തീർന്ന് സ്വസ്ഥമായി, സമാധാനമായി, ശാന്തമായി, മനസ്സ്, ശരീരം, ആത്മാവ്, വിശുദ്ധി, ഉത്തരവാദിത്തങ്ങൾ, കടമകൾ നിർവഹിച്ച സന്തോഷം, എന്തെങ്കിലും മറ്റുള്ളവർക്ക്, അനാഥർക്കും ദരിദ്രർക്കും വിധവകൾക്കും വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും കൊണ്ടു കൊടുത്ത ഒരു നന്മ, അങ്ങനെ എല്ലാം കൊണ്ടും ശാന്തമായി കിടന്ന് മരിക്കുന്ന സമയത്ത് മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചൊക്കെ കടന്നാൽ വലിയ താമസമില്ലാണ്ട് ശരീരമൊന്നും പഴുത്തു പൊട്ടാതെ മാന്യമായ രീതിയിൽ സന്തോഷം മുഖത്ത് വെച്ചുകൊണ്ട് മരിച്ചു പോകാൻ സാധിക്കും. അതിന് നിദ്ര എന്നാണ് പറയുക. കർത്താവ് ക്രിസ്തുവിൽ, യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മൾ മരിക്കുകയല്ല ചെയ്യുന്നത്, നിദ്ര പ്രാപിക്കുകയാണ്. നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവിധ ആത്മീയ വിശുദ്ധിയും ഭൗതിക വിശുദ്ധിയും മരിക്കാറായി കിടക്കുന്ന വ്യക്തി ശാന്തമായിട്ട് വിശുദ്ധിയിലായിരുന്നു എല്ലാ നന്മപ്രദവും ചെയ്തത്. ഇനി ഒരു മരണത്തെ മുന്നേ കണ്ടാലും കുഴപ്പമില്ല, മരിച്ചാലും കുഴപ്പമില്ല, അത് ചിന്ത വരുന്ന കിടക്കുന്ന സമയത്ത് അദ്ദേഹം എല്ലാം കണ്ണടച്ചു ഈ ലോകത്ത് കടന്നു പോകുന്നതിനാണ് നിദ്ര എന്ന് പറയുന്നത്. ആ മനുഷ്യൻ്റെ പേര് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല, പക്ഷേ അദ്ദേഹത്തിന് നന്മ ഉണ്ടാവുകയും ചെയ്യണം. അങ്ങനെ മരണാസന്നനായിട്ട് കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ആയുസ്സും ആരോഗ്യമുള്ള സമയത്ത് ചോദിക്കണം, അമ്മ ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തി ആരുമായിക്കോട്ടെ, ആ വ്യക്തിയിൽ എന്തൊരു ഉത്തരവാദിത്വമുണ്ടോ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, കുമ്പസാരിച്ചിട്ട് എത്ര ദിവസമായി, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു വിട്ടാനുണ്ടോ, ഒരു ധ്യാനം കൂട്ടിയിട്ട് എത്ര കാലമായി, ആത്മാവ് ഏറ്റവും ഇഷ്ടപ്പെട്ട കനി ഏതെല്ലാം ഇഷ്ടപ്പെട്ട ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തി ഏറ്റവും ഇഷ്ടപ്പെട്ട അത് സിനിമയായിരുന്നോ ഇഷ്ടം, അതോ സീരിയലിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളായിരുന്നോ, പതിവായിട്ട് സിനിമയും സീരിയലും കാണുന്ന ആളായിരുന്നോ, ബ്ലൂ ഫിലിം കാണുന്ന ആളായിരുന്നോ, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നോ, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ തേടി നടന്ന് വലിയ നേതൃത്വം വഹിച്ച് നടന്ന് വലിയ മറ്റൊരു മനുഷ്യരുടെ മുമ്പിൽ വലിയ പുള്ളി കളിച്ച് നടക്കുന്ന ആളായിരുന്നോ, ഇതെല്ലാം ചോദിച്ച് മക്കളാണെ മക്കൾ, കൂടപ്പുറപ്പുകളാണെ സഹോദരന്മാർ ചോദിച്ച് ഉറപ്പ് വരുന്നത്. നമുക്കറിയാലോ മരിക്കാൻ കിടക്കുന്ന ആളിൻ്റെ സ്വഭാവം, അപ്പനാണോ അമ്മയാണോ ഭാര്യയാണോ ഭർത്താവാണോ ആങ്ങളെയാണോ മക്കളാണോ നമുക്കറിയാലോ. അപ്പോൾ ഇതെല്ലാം ചോദിച്ച് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി അവർ ചോദിക്കുക. അവർ ഒരിടത്ത് ഒരു അപ്പാപ്പനെ കാണാൻ വേണ്ടി ചെന്നപ്പം അപ്പാപ്പനോടിൻ്റെ മകനോടായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം അപ്പാപ്പൻ്റെ ഞാൻ ചോദിച്ചു, സഹോദരനോട് ചോദിച്ചു, സഹോദര ഈ ചാച്ചൻ മരിക്കാറൊക്കെയായി വരുന്നുണ്ടല്ലോ, ഇദ്ദേഹത്തിന് ആവശ്യമുള്ള ആത്മീയ കൃപകളൊക്കെ കൊടുത്തതാണോ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച ഇത് കുമ്പസാരിപ്പിക്കാൻ കൊണ്ടായിരുന്നു, 2-3 മാസം കൊണ്ട് ധ്യാനത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ചോദിച്ചെല്ലാം മനസ്സിലാക്കി, കുഴപ്പമില്ല, ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു കാര്യം ഞാൻ കാണുന്നുണ്ട്, ഇദ്ദേഹം ഇങ്ങനൊരു കാര്യത്തിലുണ്ടായിരുന്നു, ഈ കാര്യം ഇതിനകത്ത് ഇദ്ദേഹം ഇത് പറഞ്ഞു കുമ്പസാരിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതറിയത്തില്ല, ഞാൻ ചോദിക്കാൻ നടന്നു. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ സ്വന്തം അപ്പനോട് ചോദിച്ചു, ഇങ്ങനെയൊരു സംഭവം ഒരാൾ വന്ന് പറഞ്ഞിട്ട് പോയി ചാച്ചാ, അത് ശരിയായിരുന്നല്ലോ, അത് കുമ്പസാരത്തിൽ ഏറ്റുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ മറന്നുപോയി, അത് കുമ്പസാരത്തിൽ പറയേണ്ട പാവമായിരുന്നു പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എത്രയും പെട്ടെന്ന് അച്ഛനെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വാഹനത്തിൽ കൊണ്ടുപോയി കുമ്പസാരിപ്പിച്ച് ആ വിഷയം പറഞ്ഞ് കുമ്പസാരിപ്പിച്ച് ഇദ്ദേഹത്തെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കിടന്ന് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം നിദ്ര പ്രാപിച്ചു. അതായത് ശാന്തമായിട്ട് കിടന്ന് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ യാതൊരു മുറിവോ പ്രശ്നങ്ങളോ ബന്ധനങ്ങളോ പ്രശ്നങ്ങളോ കലുഷിതാവസ്ഥയോ ഈ ലോകത്തിലെ പ്രത്യേക എന്തെങ്കിലും വസ്തുക്കൾ പ്രത്യേക ആസക്തിയോ മദ്യത്തോടുള്ള താല്പര്യമോ അങ്ങനെ ഒന്നിനോടും താല്പര്യമില്ലാതെ പരിപൂർണ വിശുദ്ധി പ്രാപിച്ച് ശാന്തമായിട്ട് കിടന്ന് അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന പോലെ അദ്ദേഹം ലോകത്തെ കടന്നുപോയി. അവൻ മരിക്കാനായിട്ട് കിടക്കുന്ന വ്യക്തി ആരുമായിക്കോട്ടെ, ആ വ്യക്തിയുടെ അടുത്ത് നമ്മളുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധി വേണം, നമ്മൾ ഇത് ചോദിച്ച് മനസ്സിലാക്കണം. വേറൊരു കേസിട്ട് എനിക്കറിയാം, ഒരമ്മ ഭർത്താവ് മരിച്ചു, അമ്മയുടെ പേരെ സ്വത്ത് മക്കൾക്ക് വീതം വെച്ച് കൊടുക്കല്ല അമ്മ. അപ്പോൾ ആ മകൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് സംഭവമുള്ളത്, അമ്മയോട് ചോദിച്ചു മടുത്തു, ഞാൻ കല്യാണം കഴിച്ച് 2 മക്കളുണ്ട്, പക്ഷേ അമ്മ സ്ഥലം വീതം വെച്ച് തരികയല്ല. ആ മക്കളുടെ വേദന എന്നായിരിക്കും? ആ അമ്മ മരിച്ചാൽ എങ്ങോട്ടാണ് പോകണ്ടേ? പ്രിയപ്പെട്ടവരെ, പാതാളം പോലും കിട്ടുമോ? നരകമാണോ കിട്ടുന്നത്? എങ്ങോട്ട് പോകും? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ കുഞ്ഞുങ്ങൾക്കുണ്ടോ നന്മ ചെയ്ത് പ്രിയപ്പെട്ടവരെ, മരിക്കാനായി കിടക്കുമ്പോൾ അന്തീസ ഐലാസ എന്ന് വെക്കാൻ വേണ്ടി അച്ഛന്മാരെ വിളിച്ചിട്ട് അന്തികുദാശ കൊടുക്കുകയല്ലേ വേണ്ടത്? ഒരു അന്തികുദാശം കൊടുക്കേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. മരിക്കാൻ കിടക്കുന്നവർക്ക് വേണ്ടി ഒന്ന് കിടക്കണം നന്മകൾ. അതായത് അത് വേറും ഒരു വചനഭാഷയിലെങ്കിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം. എൻ്റെ മറുപടി 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 23-ാം തിരുവചനം.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെ, ഞാൻ പറഞ്ഞിട്ടുള്ള വചനമാണ് എങ്കിൽ ഈ സാഹിത്യത്തിൽ അത് പറഞ്ഞേ പറ്റൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യാഗത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടവരട്ടെ. അപ്പം അതിൻ്റെ അർത്ഥം അറിയാമോ? അതായത് മരിക്കാറായി കിടക്കുന്നതാണേലും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണേലും നമ്മുടെ മനസ്സും ശരീരം ആത്മാവും വിശുദ്ധി കൊണ്ട് നിറഞ്ഞായിരിക്കണം. എങ്കിലേ നമുക്ക് കർത്താവിൻ്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ദൈവം എന്ന പരമശക്തി, ആ വലിയ ശക്തി ഇങ്ങ് വരുമ്പോൾ നമ്മളെല്ലാം വീട് പോകും. പിന്നെ എണീക്കാൻ പറ്റില്ല. എണീറ്റ് നിൽക്കുന്നവരുണ്ട്, ഈശോയുടെ കൂടെ പോകാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്, വിശുദ്ധിയോടെ കരം കൂപ്പി പിടിച്ച് എല്ലാ ഉത്തരവാദിത്വവും വിശുദ്ധിയോടെ തീർത്ത് നിൽക്കുന്നുണ്ട്. അവർ നിൽക്കുന്ന ഇപ്പോൾ ഈശോയുടെ കൂടെ കയറിപ്പോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അപ്പോൾ നമ്മൾ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേക്കാനായി വാനമേഖല സംഭവിക്കുകയുള്ളൂ. വീണ് കിടക്കുന്നവർ എണീക്കാൻ പറ്റില്ല, അവൻ അവിടെ കിടക്കുകയുള്ളൂ. അത് നരകമല്ല, പാതാളത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ മരണാസന്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ചോദിക്കേണ്ടത് ഇതാണ്: ഒന്ന്, ശാരീരിക തലത്തിൽ മക്കൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ എന്തെങ്കിലും ചെയ്ത് കൊടുത്ത് തീർക്കാനുണ്ടോ? അത് ചോദിച്ച് ഉറപ്പ് വരുത്തുക. ഉണ്ടെങ്കിൽ അത് എഗ്രിമെൻറ്റിൽ കൂടിയോ അല്ല പ്രശ്നം പരിഹരിച്ചോ പിന്നെ ഒരു മധ്യസ്ഥ തീരുമാനം വെച്ചോ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചോ അത് എത്രയും പെട്ടെന്ന് തീർക്കുക, പറഞ്ഞ് സംസാരിച്ച് തീർക്കുക. രണ്ട്, മനസ്സിൻ്റെ തലത്തിൽ. മനസ്സിനുകൊണ്ട് ചിലപ്പം ഇപ്പോൾ സീരിയൽ കാണുന്ന ആളെ ചോദിച്ചു, ഉദാഹരണം പറയുകയാണ്, അമ്മയായിരുന്നു അല്ല അപ്പനായിരുന്നു ഒരു വ്യക്തിയായിരുന്നു, മരിക്കാതെ കിടക്കുകയാണ് അദ്ദേഹത്തിന് സീരിയലാണ് ഏറ്റവും ഇഷ്ടം. ഒരു ദിവസം ഒരു 4 മണിക്കൂർക്ക് സീരിയൽ കാണുന്ന സ്വഭാവമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒക്കെ മരിക്കാനായിട്ട് കിടക്കുമ്പോഴും ടി വിയിലിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നോക്കിക്കൊണ്ടാണ് കിടക്കുന്നത്. ടി വി അവിടെ സീരിയൽ ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ മരിച്ചാൽ എന്ത് ചെയ്യും? ആത്മാവ് ടെലിവിഷനിലേക്ക് വന്ന് കയറും. ഈ ആത്മാവിന് നരകത്തിൽ കിടക്കാൻ പറ്റുമോ? നരകത്തിൽ പോലും സാത്താൻ സ്വീകരിക്കല്ല. നീ സീരിയൽ കണ്ടിരുന്നില്ല, പൊക്കോളം പറയും. ദൈവം സ്വീകരിക്കുമോ? സീരിയലിൻ്റെ പുറകെ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സീരിയൽ എന്ന് പറഞ്ഞാൽ സിനിമ, സീരിയൽ, ബ്ലൂ ഫിലിം, ബ്ലാക്ക് ബസ് എല്ലാം എടുത്ത് വരും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മനസ്സ് ഇഷ്ടപ്പെടുന്നു ലോകത്തിലെ എന്തെങ്കിലും ലോക വസ്തുക്കളെ, ഭൂമിയിലെ വസ്തുക്കളെ, ജഡമോഹ വസ്തുക്കളെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കണം. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു 60, 65, 70 വയസ്സിന് മുമ്പ് തന്നെ എല്ലാവിധ ലോക ജഡിക വസ്തുക്കളിൽ നിന്ന് നമ്മുടെ മനസ്സ് വിടുതൽ പ്രാപിക്കണം. പിന്നെയുള്ളത് മനസ്സ്, ശരീരം പറഞ്ഞു, മനസ്സ് പറഞ്ഞു, ഇനി അടുത്ത ആത്മാവ്. ആത്മാവിൻ്റെ നീതി ഭാര്യയ്ക്ക് കൊടുക്കണം. ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് സമയാസമയങ്ങളിൽ വസ്ത്രം, ഭക്ഷണം, മരുന്ന്, സ്നേഹം, ബഹുമാനം, അംഗീകാരം, ആദരവ്, സംരക്ഷണം, ഇതെല്ലാം ഭാര്യയ്ക്ക് കൊടുത്തിരിക്കണം. ഭാര്യ ഇനിയിപ്പോൾ മരിക്കാൻ കിടക്കുന്ന ആൾ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ ഉത്തരവാദിത്വം, ഭാര്യ ബഹുമാനം കൊടുക്കണം, സ്നേഹം കൊടുക്കണം, അംഗീകാരം കൊടുക്കണം, ആദരവ് കൊടുക്കണം, പ്രാർത്ഥന കൊടുക്കണം, ഭക്ഷണം സമയത്തുണ്ടാക്കി കൊടുക്കണം, ഭർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് നിന്നു കൊടുക്കണം. മോശമായ കാര്യങ്ങൾക്കല്ല നിന്ന് കൊടുക്കണം, സ്നേഹത്തിന്, ദൈവസ്നേഹത്തിൻ്റെ ആനുപാതിക അനുസരിച്ച് ഭാര്യ നിന്ന് കൊടുക്കണം. പിന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അങ്ങനെ ഭാര്യയും നല്ല വിശുദ്ധിയിലും സ്നേഹത്തിലും ആയിരിക്കണം. അതായത് ആത്മീയ നിയമങ്ങൾ. കർത്താവിന് നിങ്ങൾ പുറമേ കാണും നോക്കി വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ആ നീതി ആത്മാവിലുണ്ടോ? ദൈവിക പ്രമാണങ്ങളുമായിട്ട്, ദൈവിക സത്യങ്ങളുമായിട്ട്, ദൈവിക വചനങ്ങളുമായിട്ട് എൻ്റെ ആത്മാവ് എങ്ങനെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു? അത് എതിർത്ത് കഴിഞ്ഞോ? യേശുവിനോടും കൂതാശകളോടും താല്പര്യമില്ല, അല്ലെങ്കിൽ പള്ളിയോടും മറ്റു കാര്യങ്ങളും വചനത്തോടും ഉപസാരത്തോടും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആത്മാവെല്ലാം ഇങ്ങനെ എതിർത്ത് നിൽക്കുകയാണോ? അതോ എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയെ, എന്നോട് കരുണയായിരിക്കും എന്ന് പറഞ്ഞ് ആത്മാവ് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാണോ? ഇത് പരിശോധിച്ച് ഇങ്ങനെ 3 തലവും ഒരു വ്യക്തിയുടെ, മരിക്കാറായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ, അത് മരിക്കാതെ കിടക്കുന്ന വ്യക്തി ആരുമായിക്കോട്ടെ, കുഞ്ഞായിക്കോട്ടെ, വലുതായിക്കോട്ടെ, അപ്പാപ്പനായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, മെത്രാനായിക്കോട്ടെ, മാർപ്പാപ്പ ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, മരണത്തിന് മുമ്പിലെല്ലാം തുല്യമാണ്. അപ്പോൾ നമ്മൾ അത് ഈ സീനാ തോമസ് വരെ സഹോദരൻ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറയാം. അപ്പോൾ മരിക്കാറായി കിടന്ന വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കുക ഇങ്ങനെ. അപ്പോൾ ആത്മീയമായിട്ട് ഇങ്ങനെ കുറവുണ്ടെങ്കിൽ ആ കുറവുകൾ നമ്മൾ നികത്തി കൊടുക്കണം. അമ്മയ്ക്ക് അനീതിയായിട്ട് പോസ്റ്റ് അവിടെ നമ്മൾ സ്നേഹവും പരിചരണമൊക്കെ കൊടുത്ത് അമ്മയ്ക്കും കൊടുക്കുക, അല്ലെ അമ്മ ചെയ്തായിരുന്ന നന്മ നമ്മൾ ചെയ്യുക. അങ്ങനെ ആ കുറവ് നികത്തി കൊടുത്തുകൊണ്ട് അമ്മ ഈ ലോകത്ത്, അല്ലെങ്കിൽ ആ വ്യക്തി, മരിക്കാറായ വ്യക്തിയെ ഈ ലോകത്തുനിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ശാന്തമായിട്ട് കിടന്നോളും. ശാന്തമായിട്ട് കിടന്ന് ഈ ലോകത്തുനിന്ന് നിദ്ര വായിച്ച് കിടന്നോളും. ഇല്ലെങ്കിൽ മരണമാണ് കിട്ടുന്നത്. മരണമല്ല ക്രിസ്ത്യാനികൾക്ക് മരണമല്ല നമുക്ക് ആവശ്യമുള്ള നിദ്രയാണ്. അതാണ് യേശുവിൽ നിദ്ര വായിച്ചൊരു ദൈവം അവനോട് ഉയർപ്പിക്കുക. ആ വചനം തെസ്സലോനിക്കരുടെ ലേഖനത്തിലെ വചനമാണ്. അല്ലാണ്ട് മരണത്തെക്കുറിച്ച് ക്രിസ്ത്യാനി ചിന്തിച്ചേക്കരുത്. മരിക്കുന്നതിനെ പറ്റി ആരും പറയാനും പാടില്ല. കത്തോലിക്ക സഭയിൽ ക്രിസ്ത്യാനികൾക്ക് മരണമില്ല. മരണം ആരും ഏറ്റെടുത്തു? യേശു ക്രിസ്തു ഏറ്റെടുത്തു. അപ്പോൾ മരണാസന്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. ഈ ആദ്യ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുക. പിന്നെ ചുറ്റും നിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ആൾ, ആ ആൾ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഇത്രേ ഉള്ളൂ: കർത്താവായ ഈശോയെ,
എൻ്റെ ഇന്നയാൾ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ മരിക്കാറായി കിടക്കുകയാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു. ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാതെയൊക്കെ ചെറിഞ്ഞു കുമ്പസാരത്തേറ്റ് പറയാൻ പറ്റാതെ പോയതോ, അല്ലെ കർത്താവിൻ്റെ മുമ്പിൽ മാപ്പ് ചോദിക്കാൻ പറ്റാതെ പോയോ, എന്തെങ്കിലും കാരണം കർത്താവെ ഈ കിടക്കുന്ന എൻ്റെ അപ്പന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, എൻ്റെ ചാച്ചനോട് അല്ലെ എൻ്റെ അപ്പനോട് എൻ്റെ ഭാര്യയോട് കരുണയായിരിക്കണമേ, എൻ്റെ അപ്പന് വേണ്ടി നമ്മളൊരു മാധ്യസ്ഥമായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് കർത്താവ് സ്വീകരിക്കും. പിന്നെ ആ ആൾ മരിച്ചു കഴിയുമ്പോൾ ആ മരിച്ച ആളിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ കുറവുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടും നിത്യജീവിതത്തിൽ അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയിട്ടും ആ ആളിൻ്റെ ആത്മാവിൻ്റെ ഓരോ ഡേറ്റും വരുമ്പോൾ, ആ മരണ ഡേറ്റ് വരുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ധനസഹായം സാമ്പത്തികമായിട്ടോ കരിയോ 10,000 രൂപയോ എന്തെങ്കിലും പൈസയൊക്കെ കൊണ്ടുവന്ന് ഏതെങ്കിലും ദരിദ്ര പാവപ്പെട്ടോ ഈ എളിയവരൊന്നും ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക. ഇത്രയും ചെയ്താൽ അപ്പോൾ കണ്ണും കാതും കേൾക്കാൻ പറ്റാണ്ടിരിക്കുമ്പോഴല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് ആദ്യം ഓർത്ത് വെക്കുക. ഒരു 50 വയസ്സിന് ശേഷം, പ്രത്യേകിച്ച് ഈ പശ്ചാത്തലത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ 50 വയസ്സിന് ശേഷം മുതൽ ഒരാൾ മരണത്തിന് ഒരുങ്ങണം. എന്ന് പറഞ്ഞാൽ മരണത്തിനല്ല, നിദ്രയ്ക്ക് വേണ്ടി ഒരുങ്ങണം. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. 50 വയസ്സാകുന്നത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തകാര്യം ബോധം വേണം. പക്ഷേ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരു 50 വയസ്സിന് മുതൽ, ഇന്നത്തെ കാലത്തെ ആയുസ് കുറവാണല്ലോ, ഒരു മനുഷ്യന് കർത്താവ് നിൽക്കുന്നത് ഏറിയാൽ 70 അല്ലെങ്കിൽ 80. അപ്പോൾ 70 വയസ്സിന് ആയിക്കഴിഞ്ഞാൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കാറായി. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതുപോലെ നല്ലപോലെ ഒരുങ്ങുക, നല്ല വിശുദ്ധിയിലായിരിക്കുക, പരിശുദ്ധിയിലായിരിക്കുക. പരിശുദ്ധിയും ഫലം ചൂടി നിൽക്കുക, ആത്മീയ ഫലം ചൂടി നിൽക്കുക. അപ്പോൾ അധികമൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരികയില്ല. വെറുതെ നിന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ ചാച്ചൻ അല്ലെങ്കിൽ ഇന്നയാൾ ഈശോയുടെ സന്നിധിയിലേക്ക് വരാൻ വേണ്ടി കിടക്കുവാണ്, ഇത് ചാച്ചൻ നല്ല രീതിയിലായിരുന്നു അല്ലെങ്കിൽ ഇന്നയാൾ നല്ല രീതിയിലായിരുന്നു ജീവിച്ചതെങ്കിൽ കുറവുകളുണ്ടാവും, ഈശോയെ ആ കുറവുകളൊക്കെ അങ്ങ് പരിഹരിക്കണമേ. ഈ ചാച്ചൻ മരിച്ചു കഴിഞ്ഞാൽ ആ ചാച്ചന് വേണ്ടിയിട്ട് ദാനധർമ്മമൊക്കെ ഞാൻ ചെയ്തോളാം, എൻ്റെ ചാച്ചൻ്റെ ആത്മാവിനെ അവിടുന്ന് കരുണയോടെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി ശാന്തമായിട്ട് ഈ ലോകത്ത് കടന്നു പോകുള്ളൂ. ഇല്ലെങ്കിൽ അറിയാമല്ലോ, ശുദ്ധീകരണത്തെ ക്ലാസ് കേട്ടിട്ടുണ്ടാവുമല്ലോ, ആ ക്ലാസ് കേട്ടതിൻ്റെ മറുപടിയാണ് എന്ത് സംഭവം ചോദിച്ചാൽ മരിച്ചു പോകുന്ന ആൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അത് ഈ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, അശുദ്ധാത്മ ഒരാളെ വിട്ട് പുറത്തു പോകുമ്പോൾ അവൻ വരണ്ട നിലയിൽ കൂടെ അലഞ്ഞു നടക്കും. അവിടെ ഒരിടത്തും കയറാൻ പറ്റുന്ന ആ ആത്മാവ് തിരിച്ചിങ്ങോട്ട് വരും. തിരിച്ചു വന്ന് കയറാൻ നോക്കുമ്പോൾ ഇവിടെ അത്ര കണ്ടീഷൻ ഇച്ചിരി ഒരു കോക്ക് ഉണ്ട്, എന്നാൽ പിന്നെ ഒറ്റയ്ക്ക് കയറാൻ പറ്റുന്ന ബട്ട് അവൻ തിരിച്ചു പോയി 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്ന പറഞ്ഞാൽ ബൈബിൾ സുവിശേഷ വചന ഇരുന്ന് കിടപ്പുണ്ട്. അത് നമ്മൾ ഓർത്ത് വെച്ചോണം. പിന്നെ അജിത്ത് ആൻ്റണി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ എൻ്റെ ക്ലാസ്സിനെ പറ്റി അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് പത്രേ ഇങ്ങനെയൊക്കെ നിങ്ങൾ അജിത്ത് ആൻ്റണി അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്, യുഗാന്ത്യമുണ്ട് എന്നൊക്കെ നമുക്കും അറിയാം, പക്ഷേ എങ്ങനെയാണ് ഇത്രമാത്രം നിങ്ങൾ വ്യക്തമായിട്ട് സംസാരിക്കുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം ന്യായമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കർത്താവ് തന്ന ജ്ഞാനത്തിൻ്റെ വരം ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുന്നതേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും നമുക്കൊന്നും. പിന്നെ നമ്മൾ ഈശോയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതായത് അത് പറഞ്ഞാൽ അതിൻ്റെ താഴെ റോളക്സ് എന്ന് പറയുന്ന ഒരാളോട് ചോദിച്ചിട്ടുണ്ട്. ആ 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ ചേർത്ത് ഞാൻ പറയാം, അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. അത് ആ ചോദ്യം ഇതാണ്. റോളക്സ് എന്ന് പറഞ്ഞ ആൾ ചോദിച്ചെങ്കിൽ പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല യേശുവിൻ്റെ 2ാമത്തെ ഡേറ്റ്, പിന്നെ നിങ്ങൾ എങ്ങനെ പറയുന്നതാണ് അദ്ദേഹം ചോദിച്ചാൽ ന്യായമായ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ഈ ഡേറ്റ് വെച്ച് പറയുന്നതാണ് അജിത്ത് ആൻ്റണി ചോദിച്ചത്. രണ്ടാമത് റോളക്സ് എന്ന് പറഞ്ഞ ആൾ ചോദിച്ചത് പിതാവല്ല പുത്രൻ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളിത് ഡേറ്റ് ചേർത്ത് പറയുന്നത്? ഈ 2 ചോദ്യത്തിന് ഉത്തരം കൊണ്ട് കൂട്ടി പറയാം. അത് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാം തിരുവചനം. അവിടെ കർത്താവ് ഇങ്ങനെ പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാം തിരുവചനം. അതിങ്ങനെ പറയാണ്, പുത്രനായിരുന്നു പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല, പിതാവായിരുന്നു പുത്രനും, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും അറിയുന്നില്ല. ആ ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരം ബൈബിളിൽ കൂടെ ഞാൻ തന്നു. ഇനി എൻ്റെ അർത്ഥം പറഞ്ഞു തരാം. അതിൻ്റെ ബാക്കി അർത്ഥം കിടക്കുന്നത് എവിടെയാണ്? യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. ഒരു കാര്യം കൂടെ 18 എന്ന് പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 38-ാം തിരുവചനത്തിൽ പറയാണ്, ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കും, അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ അതിനർത്ഥം ഞാനും എൻ്റെ പിതാവും ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞ വചനം അവിടെ അതൊരു നുണ പോലെ നമുക്ക് ചിന്തിക്കാൻ, തെറ്റാണ് നമുക്കവിടെ സ്ഥാപിക്കാം. അതിൻ്റെ കാരണം പിതാവ് അറിയുന്നുണ്ടെങ്കിൽ പുത്രൻ പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ പിതാവ് ഒന്നാവുന്നു. അപ്പോൾ എൻ്റെ പിതാവ് സംസാരിച്ച് കേൾക്കുന്നതല്ലാതെ ഞാൻ വേറൊന്നും പറയുന്നില്ല. പിതാവ് ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ചെയ്യുന്നു, പിതാവ് പറയുന്നത് ഞാൻ പറയുന്നു. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന കാലം മുൻകൂട്ടി നിങ്ങൾ അറിയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് യോഹന്നാൻ 16:13 പറയുന്നുണ്ട്.
അപ്പോൾ പിതാവ് എന്ത് ചെയ്യുന്നു അത് പുത്രൻ ചെയ്യുന്നു, പിതാവ് എന്ത് പറയുന്നു അത് പുത്രനും പറയുന്നു. അപ്പം ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിതാവിനെ അറിയുന്നത് പുത്രൻ അറിയാമല്ലോ. പിതാവിനെ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ആർക്കറിയാം? പുത്രന് കൃത്യമായിട്ടും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെച്ചത്? അത് പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അറിഞ്ഞാൽ മതി. അതാണ് അതിൻ്റെ രണ്ടാമത്തെ ചോദ്യോത്തരം. പുത്രൻ ആർക്കോ ഒരാൾക്ക് ഈ ഭൂമിയിൽ ആർക്കോ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ എന്തെല്ലാം കാര്യം വന്നിട്ടുണ്ട്. യുഗാന്തി 2 വരുന്ന പുസ്തകത്തിനകത്തുണ്ട് എന്തെല്ലാം കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈശോ വന്ന് ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി. ഫൗസ്റ്റീനയുടെ വിശുദ്ധി കണ്ടപ്പോൾ ഈശോ വന്ന് പറഞ്ഞു കൊടുത്തു, മോളെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ, ഇങ്ങനെ ഞാനിങ്ങ് വരാറായിട്ടുണ്ട്, ഈ കുറേ ജനങ്ങളെ പഠിപ്പിക്കണേ, ഒരുക്കണം എന്ന് പറഞ്ഞാൽ പുത്രനായ ഈശോയുടെ മുമ്പിൽ ഈ എളിയ ദാസൻ നിന്നിരിക്കുന്നത് എങ്ങനെയാണ്? അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാനിയേൽ പുസ്തകം 3-ാം അധ്യായത്തിലൊരു വചനമുണ്ട്. ദാനിയേൽ പുസ്തകം 3-ാം അധ്യായം, അതിനകത്താണ് എൻ്റെ വാക്കുകൾ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ഇത് പൂർണ്ണമാവുള്ളൂ. ദാനിയേൽ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനത്തിലാണ് അതിൻ്റെ ബാക്കി കിടക്കുന്നത്. എങ്ങനെയാണ് നമുക്കിത് വെളിപ്പെടുത്തൽ കിട്ടുന്നത് എന്നുള്ളത്. അതായത് ഇങ്ങനെയാണത്: ജനതകളെ, ജനപദങ്ങളെ, വിവിധ ഭാഷക്കാരെ നിങ്ങളോട് കൽപ്പിക്കുന്നു, കൊമ്പ്, കുഴൽ, കിന്നരം, തമ്പുരു, വീണ, കിന്നരം, നാഗസ്വരം തുടങ്ങിയ സ്വരങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ താണു വീണ് വണങ്ങി നമസ്കരിക്കണം. ആരും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പാടില്ല. എല്ലാവരും വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കുമ്പിടണമെന്ന് പറഞ്ഞു. പക്ഷേ ഷദ്രാഖ്, മെഷാഖ്, അബദ്നെഗോ എന്നീ 3 യഹൂദ യുവാക്കന്മാർ എന്ത് ചെയ്തു? ഈ താളമേളങ്ങൾ കേട്ടപ്പോൾ അതിൻ്റെ മുമ്പിൽ കുമ്പിട്ടില്ല. അത് വിഗ്രഹമാണെന്നും ഈ സ്വരങ്ങൾ സാത്താൻ്റെ സ്വരമാണെന്നും പൈശാചിക സ്വരമാണെന്നും അതിനകത്ത് ദുരാത്മാക്കളാണുള്ളതെന്നും അതിനെ വണങ്ങുമ്പോൾ ആ സ്വരത്തിലെ ദുരാത്മാക്കൾ തന്നിലേക്ക് ആവഹിക്കപ്പെടുമെന്നും കയറുമെന്നും ആർക്കറിയാമായിരുന്നു? അവൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ ദാനിയേൽ പ്രവാചകനും 3 യുവാക്കന്മാർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ കുമ്പിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ചെണ്ടമേളം, വാൻ്റെ മേളം, ഓർഗൺ വെച്ചുള്ള പള്ളിയിലെ പാട്ടുകൾ, പിന്നെ സകല സിനിമാ ഗാനങ്ങൾ, സീരിയൽ ഗാനങ്ങൾ, ബ്ലൂ ഫിലിം ഗാനങ്ങൾ, അതിൻ്റെ സ്വരങ്ങൾ, സംഭവങ്ങൾ, ചെണ്ടമേളം, വാൻ്റെ മേളം, ഡാൻസുകൾ, അതിൻ്റെ കൊഴുപ്പുകളൊന്നും ഈ എളിയദാസൻ കേൾക്കാറില്ല, നോക്കാറില്ല, പോരില്ല. പള്ളി പെരുന്നാളിന് പോലും പോകാറില്ല. പള്ളി ചെണ്ടകളിൽ നിന്നൊക്കെ ഓടി പറഞ്ഞാണ്. ഓണാഘോഷം, ഓണം എന്നൊരു വാക്കുപോലും ഞാൻ പറയാറില്ല. ഓണം എന്നൊരു വാക്കുപോലും പറയാറില്ല. ഇങ്ങോട്ട് ആരെങ്കിലും ഓണാഘോഷം പറഞ്ഞാൽ എന്ന് പറഞ്ഞ് പോവുള്ളൂ. തിരിച്ച് മറുപടിയും പറയാറില്ല. ഓണത്തിൻ്റെ പൂക്കളിടലോ അങ്ങനെ പരിപാടി ആഘോഷങ്ങളോ ആ ദിവസം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കലോ ഒന്നുമില്ല. ഈ ചെണ്ട, മാൻഡുമേളം, ഈ ഡാൻസ്, കൂത്ത്, അതുപോലെ അങ്ങനെയുള്ള പരിപാടിക്ക് ഒന്നും ഞാൻ നിൽക്കാറില്ല, അങ്ങോട്ട് നോക്കാറില്ല, സിനിമ കാണാറില്ല, സീരിയൽ കാണാറില്ല, ബ്ലൂ ഫിലിം കാണാറില്ല, ബ്ലാക്ക് മാസ് നോക്കാറില്ല, ചാറ്റിങ് ചെയ്യാറില്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാറില്ല, മദ്യം കഴിക്കാറില്ല, പുകവലിക്കാറില്ല, മുറുക്കാറില്ല, പാൻപര ഉപയോഗിക്കാറില്ല, ഇതൊന്നുമില്ല. പിന്നെ എന്താണുള്ളത്? യേശുക്രിസ്തുവിൻ്റെ വചനം, വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനത്തിൻ്റെ ആ അർത്ഥം മനസ്സിലാക്കാൻ എളിയദാസനെ അനുവദിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ നിന്ന് വചനം വായിച്ചാൽ കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങും. ഏതെങ്കിലും ഒരു വചനം എടുത്തു വെച്ച് ആ വചനത്തിൽ കർത്താവെ എന്നോട് സംസാരിക്കണമേ, വചനത്തിൽ കൂടെ സംസാരിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ എല്ലാ പശ്ചാത്തലവും പറഞ്ഞു പറ്റുമെങ്കിൽ അതിനെന്താണ്? കൊമ്പ്, കുഴൽ, കിന്നരം, വീണ, നാഗസ്വരം, ചെണ്ട, അതെല്ലാം ആ അശുദ്ധി നിറഞ്ഞ വിഗ്രഹത്തിന് മുമ്പിലെ സ്വരങ്ങളാണ്. ആ സ്വരങ്ങൾ നമ്മൾ കുമ്പിടാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. ഇപ്പോൾ സിനിമയ്ക്കകത്ത്, സീരിയലിനകത്തൊക്കെ എന്തെല്ലാം ശബ്ദങ്ങളും അതിൻ്റെ ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നു. ഒരാളിങ്ങനെ ഒരു സീരിയലിനകത്ത് ഒരാളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടിക്കും, ഉടനെ അതിൻ്റെ പിന്നണി എന്നായിരിക്കും? അല്ലേ? ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു ഡാൻസ് ആണെങ്കിലോ അടിപൊളി താളം വേണം. ഇതെല്ലാം നമ്മുടെ ആത്മാക്കളെ അശുദ്ധമാക്കുമെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അതിൽ നിന്നെല്ലാം വിട്ടുമാറി ഓടിയാൽ നിൽക്കും. അതുകൊണ്ടാണ് വെളിപാട് 18:4 എൻ്റെ ജനമേ അവൾ ഇന്ന് ഓടിയകലുവിനെന്തെന്നാൽ അവളെ പിടികൂടിയ മഹാമാരി നിങ്ങളെയും പിടികൂടും. വചനം. അപ്പോൾ നമ്മൾ ഇത്തരം അശുദ്ധ മ്ലേച്ഛകളിൽ നിന്ന് എല്ലാം മാറി വിട്ടു നിന്നാൽ ദൈവത്തിൻ്റെ സ്വരം രാത്രിയിലും പകലും ഒക്കെ കേൾക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളൊന്ന് മാറി നോക്കി. ഇപ്പോൾ ഇത് ചോദിച്ചാൽ റോളക്സ്, അജിത് ആൻ്റണി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ പിതാവിലെ പുത്രന്മാരുന്നില്ല. പുത്രന അങ്ങനെ വരുമ്പോൾ അങ്ങനെ നിൽക്കുന്ന വ്യക്തികൾ ഈ ലോകത്ത് അതിലേക്ക് ഉണ്ടാവും. അവർക്ക് ദൈവസ്വരം കേൾക്കും. അല്ലെങ്കിൽ ദൈവം മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതാ എൻ്റെ ഈ സഹോദരൻ, ഈ വ്യക്തി ഈ ലോകത്തിലെ ഒരു ജഡമോഹത്തിൻ്റെയും പുറകെ പോകുന്നില്ല. അദ്ദേഹം വിശ്വാസവും വിശുദ്ധിയും ജ്ഞാനവും വിവേകവും ആശ്രയിച്ച് കർത്താവായ യേശുവിൽ മാത്രം ആരാധിച്ച് യേശുവിനെ മാത്രം വണങ്ങി ജീവിക്കുന്ന ഒരാളാണ്. അത് എൻ്റെ ആത്മാവിനെ കാണാൻ ദൈവത്തിന് സാധിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയുടെ ആത്മാവിനെ ദൈവം കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിനറിയാം ഈ ആത്മാവ് വിശുദ്ധമായ ആത്മാവാണ്, ഇദ്ദേഹത്തിൻ്റെ ശരീരം വിശുദ്ധമാണ്, ഇദ്ദേഹത്തിൻ്റെ മനസ്സും ചിന്തകളെല്ലാം വിശുദ്ധമാണ്. അപ്പോൾ ഈ മനുഷ്യനെ
എൻ്റെ സന്ദേശങ്ങൾ അറിയിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലൂക്ക 10:22 എന്താ പറഞ്ഞത്? അവിടെ എന്താ പറഞ്ഞത്? പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അവനും അല്ലാതെ മറ്റാരും പറഞ്ഞില്ല. അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കും. അതാണ് രാത്രി സംസാരിക്കുന്നത്. ഈ ഡേറ്റ് നാളെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് തരാം. ലോകാവസാനം അക്കങ്ങളിലൂടെ, അതാണ് ലോകാവസാനം എന്ന ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞുതരാം, വെളിപ്പെടുത്തരുത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ കർത്താവ് സംസാരിക്കാം. അപ്പം നമ്മൾ ചോദിച്ച് മേടിക്കുന്നില്ല, കർത്താവ് നമ്മളിങ്ങനെ വിശുദ്ധിയോടെ നിൽക്കുന്നു. അപ്പോൾ എന്നാൽ കർത്താവ് എടുത്തു നമ്മൾ ഉപയോഗിക്കുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് യോഗ്യത ഉണ്ടെന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെൻ്റെ അഹങ്കാരമായി പോലെ. എനിക്കൊരു പ്രത്യേകിച്ച് യോഗ്യതയില്ല പ്രിയപ്പെട്ടവർ. വെറും നിസ്സാരമായിട്ട് ജീവിക്കുന്നു. വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ. അത്രേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതേ ഉള്ളൂ. വേറൊന്നുമില്ല. സമ്പത്തോ വലിയ അറിവോ ഡോക്ടറേറ്റോ ഒന്നുമില്ല, സ്ഥാനമാനങ്ങളില്ല, ഒന്നുമില്ല. കർത്താവെ അങ്ങനെ. അപ്പം നമുക്കറിയാം ദാവീദ് ആടിനെ നോക്കിയിരിക്കുന്ന മനുഷ്യനായിരുന്നു. ആട്ടിടയന്മാരുടെ അടുത്തു നിന്നാണ് രാജാവ് അഭിഷേകത്തിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അഭിഷേകത്തിനായിട്ട് വന്ന ആരായിരുന്നു? അദ്ദേഹം വന്നേ. ആ പ്രവാചകൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, 6 പേരെ നോക്കിയിട്ട് കണ്ട് ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുക, എൻ്റെ മനസ്സിൽ കണ്ട ആ വ്യക്തി ഇതല്ലെന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും ആൺമക്കളുണ്ടോ? അപ്പോൾ ദാവീദ് പറഞ്ഞ സഹോദരൻ ഒരു മകനോടെ ഉണ്ട്, അവൻ കന്നാലിക്കൂട്ടില്ല അല്ലെങ്കിൽ ആട്ടുംകൂട്ടില്ലാന്ന് പറഞ്ഞു. ആടിനെ നോക്കാൻ പോയതാണ്. അവനെ വിളിച്ചുകൊണ്ടിരാമോ? അവന് വല്ല യോഗ്യത ഉണ്ടായിരുന്നു. അവൻ്റെ തലയിലേക്ക് എണ്ണ ഒഴിച്ച് അവനെ ശിരസ് നീ ഇസ്രായേലിൻ്റെ രാജാവാണ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ യോഗ്യത. അപ്പോൾ ഒന്നുണ്ട്, ഈ രീതിയിലുള്ള ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. ഓണപ്പായസം കഴിക്കാൻ പോകില്ല, ഓണപ്പൂക്ക് ഇടാൻ പറ്റില്ല, ഓണത്തെ പരിപാടിക്ക് പോകില്ല, ചെണ്ടമേളം കേൾക്കാൻ പോകില്ല, ഒരു ഡാൻസ് കളിയും പോകില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് എടുത്തുകൊണ്ട് ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളെ കർത്താവ് നോക്കുമ്പം കർത്താവ് തീരുമാനിക്കും ഇദ്ദേഹത്തെ തൻ്റെ രഹസ്യം അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലൂക്ക 10:22 പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അവനുമല്ലാതെ മറ്റാരും അറിയുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല പറഞ്ഞു. പക്ഷേ പിതാവിനറിയാമെങ്കിൽ പുത്രനറിയാം, പുത്രനറിയാമെങ്കിൽ പരിശുദ്ധാത്മാവിനറിയാം, പരിശുദ്ധാത്മാവെങ്കിൽ ത്രിത്വൈക ദൈവം അറിയാത്ത ഒരു രഹസ്യവും സ്വർഗത്തിലില്ല. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിപ്പിച്ചതുമായ ജീവന്റെ ഗ്രന്ഥം. അകത്തെഴുതിയത് സ്വർഗത്തിൽ പിതാവും പുത്രനും പരിശുദ്ധമായി സംസാരിച്ചത്. പുറത്തെഴുതിയത് അകത്തെ സ്വർഗത്തിനുള്ളിലെ കാര്യങ്ങളാണ് പുറത്തുള്ള പ്രവാചകന്മാരോട് പറഞ്ഞിട്ട് ബൈബിളായിട്ട് എഴുതി. അപ്പോൾ അകത്തുള്ളത് സ്വർഗത്തിലെ സംസാരം, പുറത്തുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലെ സംസാരം. അത് സപ്തമുദ്രകൾ 9 പരിശുദ്ധാത്മാവ് കൊണ്ട് ഓരോ വചനങ്ങളും ബന്ധിച്ചും അഭിഷേകം ചെയ്തുമാണ് ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അതാണ് സപ്തമുദ്രകൾ പതിപ്പിച്ചതുമായ 7 മുദ്രകളാൽ പതിപ്പിച്ച ആ 7 മുദ്ര തുറന്ന് ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ് വിശുദ്ധിയുള്ള വ്യക്തികൾക്ക് പറഞ്ഞു കൊടുത്ത് ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇത് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെയാണ് പ്രിയ സഹോദരനെ പിതാവല്ല പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവിനും പുത്രനും പരിശുദ്ധനും എല്ലാവർക്കും അറിയാം. പിന്നെ അത് ഈശോ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അവർക്ക് മാത്രമേ ഇത് കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ചോദ്യവും ഉത്തരവുമായിട്ട് നിങ്ങളോട് പറഞ്ഞു. ഇനി നാളെ നിങ്ങൾക്ക് 5-ാം മുദ്ര, 6-ാം മുദ്ര, 7-ാം മുദ്രയുടെ കണക്കും കാര്യങ്ങളും യേശുവിൻ്റെ ഭാര്യവും കാര്യങ്ങളും നിങ്ങൾക്ക് നാളെ കൂടുതലായിട്ട് വ്യക്തമാക്കി പറഞ്ഞു തരാം. അതിനായിട്ട് കർത്താവ് യേശു നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.